ദീപം ദീപം ദീപം. അല്ല ഇപ്പൊ എന്തിനാ വിളക്ക് കത്തിച്ച്? ഇത് ഉച്ച സമയല്ലേ? ഷോ ഉച്ചയായിരുന്നു. ഇതാക്കി ഞാൻ പറഞ്ഞ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തെളിയിച്ച് വെച്ചേക്കുന്നല്ല, പിന്നെ അടച്ചു വെച്ചേക്കുന്ന പിന്നെ കെടുത്താൻ പറ്റുമോ? എന്ത് കൊള്ളയെന്ന് പറയുന്നത്? ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്താ ഇങ്ങനെ വരുന്നറിയാവോ? ഉണ്ണിയേട്ടൻ ഒട്ടും മോഡേൺ അല്ലാത്തോണ്ടാ. അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞേ ഞാനുള്ളത് കൊണ്ട് ഓക്കെ ഇതൊക്കെ പറഞ്ഞു തരാൻ. മോഡേൺ അല്ല, കറക്റ്റാ. ഞാനോ ഇമാതിരി മീശയും വെച്ച് ഇമാതിരി ഷർട്ട് വിട്ട് ഇത് വിട്ടാ ബർമൂട ഇട്, എന്നിട്ടൊരു ഒരു ബനിയൻ ഇട് അകത്ത്. അങ്ങനെ കൊണ്ട് പിന്നെ സ്റ്റൈല് ബ്രോയാവ്. അങ്ങനൊക്കെ എന്നാലും പിള്ളേരാണ്, അതാദ്യം മനസ്സിലാക്കി. പല പല ഇതിലുള്ള പിള്ളേരെ ഞാനതേ എപ്പോഴും ഞാൻ കാണുമെന്നില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ പറഞ്ഞുതരാം. ചെല്ലും ആശാന്റെ കയ്യും. നമുക്ക് വിഷയമുള്ള കേസൊന്നുമില്ല. ഓക്കെ അമ്മ കേക്കാൻ പറ. ഞാൻ ഇവിടെ നേരത്തെ എത്തി. അമ്മേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മോഡേൺ പയ്യന്മാരെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് നാടൻ പയ്യന്മാരെ മതി. മുണ്ടൊക്കെ എടുത്ത് നാടനായിട്ട് അമ്പലത്തിലൊക്കെ പോയി നാട്ടിലെ വിശേഷങ്ങളൊക്കെ തിരക്കി നടക്കുന്ന അങ്ങനെ ഒരാളെ മതി. മാറണം. ശരി, ഇനിയിപ്പം അമ്മയ്ക്കും അച്ഛനും മോഡേൺ പയ്യന്മാരെ ഇഷ്ടമെങ്കിൽ അങ്ങനെ അങ്ങനെ ഇഷ്ടം എനിക്ക്. ശരി ശരി ഞാൻ ശരി ശരി ഞാൻ വിളിക്കാം കേട്ടോ അമ്മ. അല്ല ഇങ്ങനെ മോഡേണാ ആൾക്കാർ കണ്ട എടുത്ത് മുണ്ട് കൊടുക്കാം അങ്ങോട്ട്. ഞങ്ങളടുത്തൊക്കെ ഇങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞു ആവശ്യമില്ലാത്ത പരിപാടി കിട്ടില്ലടാ. ഞാൻ ഈ മുണ്ട് ഉടുക്കുന്ന താമസമേ ഉള്ളു. നീ വിഷമിക്കായി. ഞാൻ ഇതൊന്ന് ഉടുത്ത് തീർത്താൽ ഇങ്ങോട്ട് വന്നാ മതി. നീ ഒറ്റ നശിപ്പിക്കോട്ടെ. ഞാനെടുത്ത് നീ അല്ലടാ പറഞ്ഞ മോഡേൺ ഉണ്ടാക്കണം. മറ്റേ മോഡേൺ അങ്ങനെ പറയുന്നത് ഞാനിപ്പോ എന്ത് ചെയ്യാൻ? നീ കുഴപ്പമില്ല, നിനക്ക് എന്തോ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ ഞാനിപ്പോ ആരുടെ ഇഷ്ടം നോക്കാൻ നിന്റെ ഇഷ്ടമല്ലേ പിന്നെ നോക്കുന്നേ? ഇതെന്തോ പറയുന്നത്? നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോകുന്നിടത്ത് വേറെ എന്തോ പറഞ്ഞില്ല. പക്ഷെ എന്റെ അടുത്തുള്ള ഇടപെടലും തേങ്ങ എന്നെ വലിച്ചെറിഞ്ഞ് കട്ടയെറിഞ്ഞ് ഇവിടെ ഇവൻ പറഞ്ഞു അങ്ങനാന്ന്. അയ്യോ അത് എന്റെ ചേട്ടനായോണ്ടാണ് ഞാൻ സ്നേഹം കാണിച്ചത്. കൊച്ചല്ലേ ആശാന്റെ ഇങ്ങനെ ഇടപെടുന്നത്? ആശാന്റെ കവളത്ത് പിടിച്ചത്, ഇങ്ങനെ വയറ്റത്ത് പിടിച്ചത് അതിന്റെ ചേട്ടനായോണ്ടാ. എനിക്ക് വേറെ ആളെ ഇഷ്ടമാ. അവനെ എനിക്ക് UK കൊണ്ടുപോണ്ടേ. ഞാനല്ല പറഞ്ഞത്. അല്ല ഞാൻ അത് പറയാനാ ഇവിടെ വന്നത്. ഈ നാട്ടിലെ ഒരു പയ്യനായിട്ട് ഞാൻ ഇഷ്ടത്തില്ല. ചേട്ടനത് മുൻകൈയെടുത്ത് നടത്തി തരണം. ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടെന്നറിയാമോ? നീ ആയിട്ട് UK വന്നിട്ട് ഞാൻ അവിടെ ഈ കൊമ്മീശ വെച്ച് സായിപ്പാട്ട് ഞാൻ ഇതൊക്കെ ഞാൻ സ്വപ്നം കണ്ട് ഞാൻ വെറും മണ്ടനായിപ്പോയി. അങ്ങനെ ആശാൻ പോയായിരുന്നെങ്കിൽ എനിക്കും ഗുണമായിരുന്നു. എന്തൊരു ഗുണം? എന്റെ പാസ്പോർട്ട് ആശാനായി ഇരിപ്പുണ്ടല്ലോ. ആശാനോട് ലണ്ടൻ വരാൻ മേലോ. അത് കറക്റ്റ് ആയിരുന്നോ? പക്ഷെ ഞാനിപ്പോ ആലോചിക്കുന്നത് എന്താണെന്നറിയാമോ? എന്താ ആശാനാണ് എന്റെ മേടിച്ച നിന്റെ പാസ്പോർട്ട് ഞാൻ എവിടെ കൊണ്ട് പറ്റുന്നുള്ളത് മറന്നു. അത് വരെ പിന്നത്തെ കേസ്. അതുമില്ല. പക്ഷെ നീ എന്നെ മോഹിപ്പിച്ചാവത്തെ. നീ എന്നെ മോഹിപ്പിച്ചതാണ്. കണ്ണും കൈ കാണിച്ച് നീ എന്നെ മോഹിപ്പിച്ച എന്നെ ഇത്ര നീ വിളക്ക് വരെ ഞാൻ കത്തിച്ചേ. പിന്നല്ലേ ഞാൻ എങ്ങനെ മോഹിപ്പിക്കുന്നത്? നീ തട്ടുമുട്ടിയോ കല്യ പിന്നല്ലേ? ഇതല്ല നിങ്ങളുടെ തെറ്റല്ലേ? എന്താ തെറ്റ്? ഇതാണ് എല്ലാ മലയാളികളുടെ സ്വഭാവം. ഒന്ന് അടുത്ത് പെരുമാറിയാല്, ഒന്ന് ടച്ച് ചെയ്തിട്ട് സംസാരിച്ച അപ്പൊ പ്രേമം, ഇഷ്ടം, കല്യാണം. അല്ല മോളെ, അത് എല്ലാ മലയാളികളുടെയും കുഴപ്പമില്ല. ഇതുപോലെ ചില കൂട്ടുകാരുള്ള ചില മലയാളികളുണ്ട്. അങ്ങനെയുള്ളവന്മാരെ മാത്രം കുഴപ്പമില്ല. അല്ല നീ പോകല്ലേടാ. പോകല്ലേടാ.